ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു JhillMill. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി വാൾ ഡെക്കർ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് സൈക്കിളിൻ്റെ റിം വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ പൊതുവേ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റാത്ത പഴയ സൈക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കളയും, അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളത് തൂക്കി വിൽക്കുക ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു സൈക്കിളിൻ്റെ റിമ്മ് യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ വാൾ ഡെക്കർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിള്. ഞാനിപ്പോൾ കുട്ടികളുടെ ചെറിയ സൈക്കിളിൻ്റെ റിം ഊരിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് വലിയ സൈക്കിളിൻ്റെ ആണെങ്കിലും റിം വെച്ചിട്ട് ഈ സെയിം ക്രാഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സൈക്കിളിൽ നിന്ന് ടയർ ഊരിയിട്ട് അതിൻ്റെ റിം ഊരിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ നമ്മളിവിടെ 2 റിമ്മും ഊരിയെടുത്തു. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ട് ഇതിലേക്ക് നമ്മൾ സ്പ്രേ പെയിൻറ് യൂസ് ചെയ്ത് പെയിൻറ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ഒരു റിമ്മിൽ റെഡ് കളറും അടുത്ത റിമ്മിൽ യെല്ലോ കളറുമാണ് പെയിൻറ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ 2 റിമ്മും പെയിൻറ് ചെയ്തതിന് ശേഷം അതൊന്ന് ഡ്രൈ ചെയ്യാൻ വെക്കുക. പിന്നെ ഞാനിവിടെ ആ സൈക്കിളിൻ്റെ തന്നെ ചെയിൻ ഉണ്ടല്ലോ, ആ ചെയിനും ഒന്ന് എടുത്തിട്ടുണ്ട്. അത് ശരിക്കും ഭയങ്കര തുരുമ്പൊക്കെ എടുത്തിരിക്കുമായിരുന്നു. അത് തിന്നറിലൊക്കെ ഇട്ട് തുരുമ്പൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഞാൻ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമ്മളിവിടെ 2 റിംസും പിന്നെ ഈ ചെയിനും പെയിൻറ്റ് ചെയ്തു. എന്നിട്ട് അത് ഡ്രൈ ആയതിനു ശേഷം ഇനി നമ്മൾ ഈ 2 റിംസും ഈ ചെയിൻ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ പോവാണ്. ഇനി നമ്മളിവിടെ കുറച്ച് മെറ്റൽ വയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ മെറ്റൽ വയർ യൂസ് ചെയ്തിട്ട് നമ്മുടെ റിംസിൽ ഏറ്റവും മുകളിലായിട്ട്, അതായത് നമ്മൾ പൊസിഷനിൽ ചെയ്യുമ്പോൾ മുകളിലായിട്ട് 2 ഹോൾസ് ഉണ്ട്. ആ ഹോളിലേക്ക് ഈ മെറ്റൽ വയർ ചുറ്റിയിട്ട് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ വയറാണ് നമ്മൾ വാളിൽ നെയിലിലേക്ക് കെട്ടിക്കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ റിംസ് എങ്ങനെയാണോ വാളിൽ അറ്റാച്ച് ചെയ്യേണ്ടത് ആ ഒരു പൊസിഷൻ കറക്റ്റായിട്ട് നോക്കി വെച്ചിട്ട് ഇനി നമ്മൾ ഈ ചെയിൻ ഈ റിംസിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ്. ഞാനിവിടെ ഈ ഒരു രീതിയിലാണ് ചെയിൻ റിമിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. നമ്മൾ പൊസിഷൻസ് ഒന്നും മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടി മെറ്റൽ വയർ വെച്ചിട്ട് ചെയിൻ റിമിലേക്ക് കെട്ടിയും കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെയിൻ റിമ്മിൻ്റെ സെൻറ്ററിലേക്ക് ഒന്ന് സർക്കിൾ ചെയ്തിട്ട് 2ഉം കൂടി കൂട്ടി ജോയിൻ ചെയ്ത് മെറ്റൽ വയർ വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലും ജസ്റ്റ് അതിൻ്റെ പൊസിഷൻ ഇളകി പോവാണ്ടിരിക്കാൻ വേണ്ടി മെറ്റൽ വയർ വെച്ചിട്ട് വീണ്ടും കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം രീതിയിൽ ചെയിൻ്റെ ഒരറ്റം നമ്മൾ റെഡ് റിമ്മിലേക്കും കെട്ടിക്കൊടുക്കുക, മറ്റൊരറ്റം നമ്മൾ യെല്ലോ റിമ്മിലേക്കും കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. ആ ഫ്ലവേഴ്സ് ഈ ഒരു രീതിയിൽ ഈ ഒരു പൊസിഷനിൽ നമ്മൾ ഈ റിമ്മിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. 2 റിമ്മിലും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നില്ല, സൈഡിൽ കുറച്ച് ഭാഗത്ത് മാത്രം ഈ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഞാനിവിടെ ഒരു ക്യാൻഡിൽ ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഒട്ടിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഞാൻ എൻ്റെ കയ്യിൽ ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ലൈറ്റ് മാത്രം കാണുന്ന രീതിയിൽ ബാക്കി പാർട്സൊക്കെ നമ്മൾ ഈ ഫ്ലവേഴ്സ് വെച്ചിട്ടൊന്ന് മറച്ചൊട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സെയിം രീതിയിൽ തന്നെ നമ്മുടെ യെല്ലോ റിമ്മിലും ഈ ഫ്ലവേഴ്സും ലൈറ്റ്സൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കർ ഓൾമോസ്റ്റ് ഫിനിഷായി. ഇനി നമ്മൾ ആ അറ്റാച്ച് ചെയ്തിരിക്കുന്ന മെറ്റൽ വയർ ജസ്റ്റ് നമ്മുടെ വാളിൽ നെയിലിലേക്കൊന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി. ശരിക്കും ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ്. കാണുമ്പോൾ തോന്നും വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന്, ബട്ട് നമ്മൾക്ക് ആ സൈക്കിളിൽ നിന്ന് ആ റിമ്മ് ഊരിയെടുക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കി ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു വാൾ ഡെക്കർ കൂടിയാണിത്. അപ്പോൾ പഴയ സൈക്കിൾസൊക്കെ ഇനി കളയുന്നതിന് മുമ്പ് അതിൻ്റെ റിമ്മൊക്കെ ഒന്ന് ഊരി ഇതേപോലെ നല്ലൊരു വാൾ ഡെക്കർ ഉണ്ടാക്കാൻ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിലെ ഓൾ എന്നൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം. അൺടിൽ ദെൻ ബൈ ഫ്രം JhillMill. താങ്ക് യു.